ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ബൈ 13 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് വീഡിയോസ്, അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, ട്രാവൽ, കുക്കിംഗ്, ഇതെല്ലാം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഇതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ 13 ആണ് പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ബൈ 12 പഠിച്ചതുപോലെ ഈസിയും സിമ്പിളുമാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 13. മൾട്ടിപ്ലിക്കേഷൻ ബൈ 12 നമ്മൾ എന്താ ചെയ്തത്? റൈറ്റ് ഹാൻഡ് ഫിഗറിൻ്റെ ഡബിൾ ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെടുക്കുക? മൾട്ടിപ്ലിക്കേഷൻ ബൈ 13 ആകുമ്പം റൈറ്റ് ഹാൻഡ് ഫിഗറിൻ്റെ ട്രിപ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 9483 × 13. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ? 3യുടെ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 3യുടെ ട്രിപ്പിൾ എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പോൾ ആ 9നെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് നെയ്ബറുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ടു മൾട്ടിപ്ലൈ എനി നമ്പർ ബൈ 13, ട്രിപ്പിൾ ഈച്ച് ഡിജിറ്റ് ഇൻ ടേൺ ആൻഡ് ആഡ് ടു ഇറ്റ്സ് റൈറ്റ് നെയ്ബർ. അപ്പോൾ ഇവിടെ റൈറ്റ് നെയ്ബർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്തു? 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, 9 + 0 എന്താണ്? 9 + 0 എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പോൾ ഈ 9 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസറിൻ്റെ എന്തെന്ന് പറയുന്നത്? വൺസ് പ്ലേസിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണ്? 8 ആണ്. അപ്പം 8ൻ്റെ ട്രിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓക്കെ, ആ 24നെ നമ്മൾ എന്താ ചെയ്യണം? അതിൻ്റെ നെയ്ബറുമായിട്ട്, അതായത് 3യുമായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ 24 + 3 എത്ര വന്നത്? 27 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റഗറി ഓവർ 2 ആണ്. ദെൻ 7നെ നമ്മൾ എന്തോ ചെയ്തു? ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇത്ര മനസ്സിലായോ? നമ്മുടെ നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4ൻ്റെ ട്രിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇനി ആ 12നെ അതിൻ്റെ നെയ്ബറുമായിട്ട് ആഡ് ചെയ്യുന്നു. നെയ്ബർ ഇവിടെ എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ 12 + 8 ചെയ്തു. അപ്പോൾ എത്രയാണ് ആൻസർ വന്നത്? 20 ആണ്. ആ 20നെ ഇവിടുത്തെ ക്യാരിഡ് ഓവർ 2വുമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 20 + 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22 ആണ് വരുന്നത്. അപ്പോൾ ഈ 2വിനെ നമ്മൾ എന്തോ ചെയ്തു? ഇങ്ങോട്ട് എഴുതി. ദെൻ ഇവിടെ ക്യാരി ഓവർ 2 ഉണ്ട്. ഓക്കെ, ഇത്ര മനസ്സിലായോ? നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 9 ആണ്. 9ൻ്റെ ട്രിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ് വരുന്നത്. ആ 27നെ അതിൻ്റെ നെയ്ബറായ 4വുമായിട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നു? 31 വന്നു. ഇനി ആ 31നെ നമ്മളിവിടെ ക്യാരിഡ് ഓവർ 2വുമായിട്ട് പ്ലസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര വന്നു? 33 ആണ് വന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? 33 ആണ് വന്നത്. ഓക്കെ, 31നെ 2വുമായിട്ട് പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് 33 വന്നു. അപ്പോൾ ഈ 3നെ നമ്മൾ എന്തോ ചെയ്യും? ഇങ്ങോട്ട് എഴുതും. എന്നിട്ട് ഈ 3നെ നമ്മൾ ക്യാരിഡ് ഓവർ ആയിട്ട് എവിടെ വെച്ചേക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കിക്കേ. ഇനി നമുക്ക് ഡിജിറ്റ് ഉണ്ടോ? ഇല്ല, 0 ആണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? 0 ട്രിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ആ 0നെ നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ 9യുമായിട്ട് ആഡ് ചെയ്തു. ആൻസർ എത്രയാണ്? 9 ആണ്. ആ 9ൻ്റെ കൂടെ നമ്മൾ എന്തോ ചെയ്തു? ഇവിടെ ഒരു ക്യാരിഡ് ഓവർ 3 കിടപ്പില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ക്യാരിഡ് ഓവർ 3. ആ 3നെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 9 + 3 ചെയ്തു. ആൻസർ എത്രയാണ് വന്നത്? 12 ആണ്. ഓക്കെ, അപ്പോൾ ഈ 12നെ നമ്മൾ എന്തോ ചെയ്യും? ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏത് നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 13 വെച്ച് ഇങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ ഒരു വീഡിയോയും കൂടെ പറയാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ 25. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബൈ 25 ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അതും ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആണ് അല്ലേ? ഇതിൻ്റെ ട്രിക്ക് അറിയുവാണെങ്കിൽ നമുക്ക് ഏത് നമ്പറിനെ ഈസി ആയിട്ട് 13 വെച്ചും 12 വെച്ചും 25 വെച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബൈ 25 ആണ് നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നമ്പർ 556 ആണ്. ഇതിനെ നമുക്ക് എന്തോ ചെയ്യണം? 25ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, പുട്ട് 2 zeros അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ നമ്പർ, ദെൻ ഡിവൈഡ് ഇറ്റ് ബൈ 4. അതായത് ഇത് ഈ നമ്പറിൻ്റെ കൂടെ 2 zeros ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻറ്റു 100 ചെയ്യുക അല്ലേ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത് അല്ലേ? 55,600 കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 4യുമായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4യുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2, then 27800 അല്ലേ? ഇനി അതിനെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1390 അല്ലേ? ഇതല്ലേ നമ്മുടെ ആൻസർ? കറക്റ്റ് ആണോ നോക്കിക്കേ, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഓക്കെ,
അപ്പോൾ ഈസി ആയിട്ട് കിട്ടിയില്ലേ മൾട്ടിപ്ലിക്കേഷൻ ബൈ 25. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ 25 എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന നമ്പറിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഏത് നമ്പറിനെയും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.